ഹലോ ഗൈസ്, വെൽക്കം ടു ഗോവ. അപ്പോൾ ഞാനും ആദിത്യനും കൂടെ ഞങ്ങളൊരു അടിപൊളി ഒരു ഗോവ ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാനുള്ളത് ഗോവയിലെ കോൾവ ബീച്ചിലാണ് കേട്ടോ, കോൾവ ബീച്ച്. അപ്പോൾ കോൾവ ബീച്ചിൽ എങ്ങനെയാണ് വന്നത്, ഞങ്ങൾ ഗോവയിൽ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളൊന്ന് വേഗം കണ്ടിട്ട് വാ. അപ്പൊ ഞങ്ങൾ ഗോവയ്ക്ക് പോയിട്ട് വരാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഗോവയിൽ നിന്ന് വരുമ്പോ വേണ്ടത്? അപ്പൻ അച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ചാറ് ഗൊഡ്സാനിയോ? ഇനി അത് ഗൊഡ്സാനി അപ്പൊ കൊങ്ങിണി പറയാതപ്പാ. ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ടേ? ഗൊഡ്സാനി ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? പപ്പടോ പാവം. ഇവന്റെ പെട്ടി നമുക്ക് കാലിയാക്കാം. അതല്ലേ. ശരി, അപ്പൊ നിങ്ങക്ക് അച്ചാറ് പപ്പടം ഗോവയിൽ ആദ്യമായിട്ട് ഇങ്ങനെ സാറിന് വേറെ എന്തൊക്കെയാ പറയുന്നത്? ഫെനി വേണമെന്ന് ഇവിടെ ഒരാള് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, കഴിക്കൂല. ശരിയാ. എന്തുവാ? ഒരു വാട്സപ്പിൽ ലിസ്റ്റ് ഇട്, ഞാൻ വാങ്ങിച്ചു തരാം. എന്തുവാ? കോക്കം സിറപ്പോ? ബെബിൻക്ക് എന്തായാലും ഞാൻ കൊണ്ടുവരും. ശരി, വാങ്ങാം. അപ്പൊ ശരി, ഓക്കെ, ടാറ്റാ, പോയിട്ട് വരാം. ബൈ. പോയിട്ട് വരാം. ബിസ്കൂട്ടിന് ഉറങ്ങുവാ പാവം. ശരി, ഓക്കെ, ബൈ. അപ്പൊ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ ബൈ ഗൈസ്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ആദ്യത്തിന് ട്രെയിനിൽ കയറിയ വേഗം പോകണമല്ലേ? അല്ല, പോസ്റ്റ് ആദ്യത്തിന്. എനിക്കങ്ങനെ പ്രശ്നമൊന്നും. നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ നേരത്തെ വരണം. ഇപ്പൊ ഒരാൾ വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറായി എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് നേരെ ട്രെയിനിൽ കയറാം. നമ്മുടെ പൂർണ്ണയുടെ റേക്ക് കണ്ട് റിവേഴ്സ് ഷണ്ടിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ പോവാണ്. അപ്പോൾ ഷണ്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ പൂർണ്ണ എക്സ്പ്രസ്സിനാണ് കേട്ടോ പോകുന്നത്. ഇവിടുത്തെ മഡ്ഗാവിലേക്ക് കണ്ട പൂനെ WDP 4D. മഡ്ഗാവ് പോകാനുള്ള നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ഇവിടെ 3 വന്ന് കയറ്റിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് സ്ലീപ്പറിനാണ്. ഇതൊരു S2 കോച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പൂർണ്ണയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പൂർണ്ണയുടെ വീഡിയോ ചെയ്ത് വെറുപ്പിക്കുന്നൊന്നുമല്ല, മഡ്ഗാവ് പോകാൻ വേണ്ടി നല്ലൊരു വണ്ടി ഇതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. കേരളത്തിലോടോടുന്ന വളരെ വിരലുണ്ടാവുന്ന ഡീസൽ ട്രെയിനുള്ള ഒരെണ്ണമാണ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പൂർണ്ണ എക്സ്പ്രസ് ഇതിനി കുറച്ച് കാലം കൊണ്ട് ഡീസലോടും മിക്കവാറും കേട്ടോ. ദൂച്ചാറ് പണിയൊക്കെ മൊത്തം കഴിയാൻ ഈ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ കോച്ചിനെ കാണിച്ചില്ലല്ലോ, കാണിച്ചു തരാം. S2 ഇതിന്ന് കൊങ്കൺ വഴിയാണ് കേട്ടോ പോകുന്നത്. കാരണം ഇത് ദൂദ്സാഗർ ഒരു ഗുഡ്സ് ട്രെയിൻ ഡിറെയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്തോട്ട് ട്രാക്ക് മൊത്തം പൊളിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ഈ വണ്ടി അവർ കൊങ്കൺ വഴിയാണ് ഇന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് വരാൻ നേരത്തും കൊങ്കൺ വഴിയാണ് വന്നത്. അപ്പോൾ ഇത് കൊങ്കൺ വഴിയാണ് തിരിച്ചു പോകുന്നത്. മഡ്ഗാവിൽ റിവേഴ്സലൊന്നുമില്ല. കാസിൽ റോക്ക് ദൂദ്സാഗറൊന്നും പോകാതെ നേരെ മഡ്ഗാവിൽ പൻവേൽ വഴിയാണ് ഇത് പൂനെ പോകുന്നത്. ഞങ്ങളുടെ കോച്ച് ഇതാണ് S2 സൈഡിൽ ഓവർ സൈഡ് അപ്പർ. ഇത് 55 56 ഈ സീറ്റ് കേട്ടോ. അപ്പൊ ഞാൻ താഴെ കിടക്കും, യു മോളിൽ. ഓക്കെ, എന്നോട് പറഞ്ഞേ. നല്ല പഴക്കമുള്ള കോച്ചാ ആണല്ലേ? കഷ്ടമുണ്ട് പാവം. നീ ആദ്യമായിട്ടല്ലേ? നീ ലോങ്ങസ്റ്റ് ട്രെയിൻ ട്രാവൽ അല്ലേ ഇത്? എനിക്ക് ഓർമ്മയായ പിന്നെ അതിനു മുമ്പ് എവിടെ ജമ്മു ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട്. ജമ്മുവില് ഫോട്ടോ കാണുമ്പോ എനിക്ക് ഓർമ്മ. കൊള്ളാം. ഞാൻ പോയിട്ടുള്ളത് ഗുരുവായൂര്. അതിനപ്പുറം പോയിട്ടില്ല. ഓക്കെ, ട്രെയിന് പോയിട്ടില്ല. കൃത്യം ഓൺ ടൈമിന് തന്നെ നമ്മുടെ പൂർണ്ണ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇന്ന് കൊങ്കൺ വഴിയാണല്ലോ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം വന്ദേ ഭാരത് ഇപ്പം അപ്പുറത്ത് വരും. മിക്കവാറും വന്ദേ ഭാരത് വെച്ച് നമ്മളെ എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടി വിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടെ കളമശ്ശേരി ഒതുക്കി. വന്ദേ ഭാരത് പറയില്ല, ഞാൻ പറഞ്ഞില്ല അത് ഓവർടേക്ക് അടിക്കുന്നത്. ഓവർടേക്ക് അടിക്കാൻ വേണ്ടി ഇവിടെ കളമശ്ശേരി സ്റ്റേഷനിൽ ഒതുക്കി. ഓവർടേക്കൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കിടന്നു. വണ്ടി ആലുവ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി സിക്കൽ വിടും. നമ്മുടെ വണ്ടിക്ക് ഇനി ആലുവ സ്റ്റോപ്പുണ്ട്.
അപ്പോൾ ഇനി പ്രശ്നമില്ല, ഇനി പുറകിൽ വേറെ വണ്ടിയൊന്നുമില്ല ഓവർടേക്ക് അടിക്കാൻ വേണ്ടി. രാത്രി നല്ല ചെറിയ മഴയൊക്കെ പെയ്ത് നല്ല രസമാണ്, നല്ല തണുപ്പും. രാത്രിയിലത്തെ ആ ഒരു സ്ലീപ്പർ യാത്ര എന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. വന്ദേ ഭാരത് തേച്ചത് കൊണ്ട് നമ്മളൊരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ട് അവിടെ തൃശ്ശൂർ എത്തുന്നത്. തൃശ്ശൂർ വെച്ച് ഞാൻ ഫുഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഫുഡ് കൊണ്ടുതരുന്ന ഒരു പാർട്ടിയുണ്ട്, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ അവരിപ്പോൾ ഫുഡ് കൊണ്ടുതരും. വണ്ടി എവിടെയെങ്കിലും നിർത്തിയാൽ തന്നെ പെട്രോളൊന്നും എടുത്തോട്ട് പോകുന്നുണ്ട്, എങ്കിലും ഡിലേ ആകുന്നില്ല കേട്ടോ. ആ ഓട്ടി അടിച്ച ഡിലേ മാത്രമേ ഉള്ളൂ. വണ്ടി എന്തായാലും കൊള്ളാം. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ഫുഡ് വന്നിരിക്കുകയാണ്. 8 ചപ്പാത്തി, പിന്നെ പനീർ കറി, പിന്നെന്താ നമ്മൾ പറഞ്ഞ ചില്ലി ഗോബി. അപ്പോൾ തൃശ്ശൂർ ഒരു പാർട്ടി ഫുഡ് എത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആപ്പിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. അവരുടെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവരോട് നമ്മൾ മെസ്സേജ് അയച്ചാൽ, നമ്മൾ എത്തുന്നതിന് തൃശ്ശൂർ എത്തുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് മെസ്സേജ് അയച്ചാൽ അവരപ്പോൾ അത് നമ്മൾ സീറ്റ് നമ്പറും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർ കൊണ്ടുതരും. എനിക്കത് ഹോട്ടൽ സഫയറിന് കൊണ്ടുവരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എനിക്ക് വേറൊരു ചേട്ടൻ നമ്പർ എന്താണ്, അങ്ങനെ എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ട് തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിലെ ഫുഡ് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ചൂട് ചപ്പാത്തി, ചില്ലി ഗോബി, പനീർ ബട്ടർ മസാല. ഇന്ന് വെജാണ് പറഞ്ഞത് കേട്ടോ. കൊള്ളാൻ തോന്നുന്നു, കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല അടിപൊളി കേട്ടോ, നല്ല ഫുഡാണ് കേട്ടോ. ഇത് ഹോട്ടൽ സഫയറിലെ ഫുഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയുണ്ട്, കഴിച്ചോ? കൊള്ളാവോ? ഓക്കെ. അതെ. മുന്നിൽ വന്ദേ ഭാരത് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഇനി ഷൊർണൂർ ഏരിയയിൽ വിട്ടടിച്ച് പോകത്തുള്ളൂ മിക്കവാറും. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് ഇവിടെ ഷൊർണൂർ കയറും കേട്ടോ. അരമണിക്കൂർ ഡിലേ ആയി, ഉരുട്ടിയാ വന്നേ. അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ആട്ടോ, അതും ലേറ്റ് ആണെന്ന് തോന്നുന്നു വേണ്ടിയിട്ട്. കുറേ നേരം ഇവിടെ പിടിച്ചിട്ട് ഇപ്പോൾ എടുത്തോണ്ട് പോയി കേട്ടോ. പുറകിൽ ജനശതാബ്ദി ഉണ്ട്, അതിനി കയറിപ്പോകും തോന്നില്ല. നമ്മൾ 6 മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഹൊനാവർ എന്ന സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചില്ല, അതുകൊണ്ട് ഇത് നമ്മുടെ ജാംനഗർ ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫറാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻസിൽ ഒരെണ്ണമാണ് കേട്ടോ ഈ ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ. മോർണിംഗ് ഉറങ്ങിയ അതിപ്പോൾ ഞാനും അങ്ങനെ തന്നെ. ട്രെയിനിലെ ചായ കാപ്പിട്ടാണോ? വേണ്ട, കഷ്ടമുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉറങ്ങിയ കേട്ടോ. ഞാൻ എണീറ്റത് കണ്ണൂർ എത്തിയപ്പോൾ എണീറ്റു, മംഗലാപുരം എണീറ്റു, പിന്നെ ഉടുപ്പി എത്തിയപ്പോൾ എണീറ്റു. പിന്നെ നമ്മളിപ്പോൾ കുംട്ടയാവാറുണ്ട്, കുംട്ട. വലിയ ഡിലേ ഒന്നുമില്ല. നമ്മുടെ വണ്ടി കാലിയായിട്ടോ. നമ്മളെ വണ്ടി വെളുപ്പിന് മൂകാംബിക എത്തിയപ്പോഴേക്കും ഇതിനകത്ത് ആരുമില്ല. കണ്ട, ഇവിടെ ആരുമില്ല, ഇവിടേക്കും ആരുമില്ല കേട്ടോ. കെട്ടത്തായ 2 പേരുണ്ട്. ഞാൻ എപ്പോഴൊക്കെ പൂർണ്ണ കയറും അന്നൊന്നും ആള് കാണത്തില്ല ഗൈസ്. എന്നാണോ എന്തോ. ചായ എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ ഒരെണ്ണം മേടിച്ച് പോകണം. രാവിലെ ഒരു ചായ മസ്റ്റാണ്. രാവിലെയും എനിക്ക് 4 മണിക്ക് ഒരു ചായ വേണം, അല്ലേ ഒരു സുഖമില്ല. ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പായ ഗോകർണ റോഡ് എത്തിയിരിക്കുകയാണ്. ഗോകർണ റോഡ് കഴിഞ്ഞിട്ടാണ് അന്ന് ആ അർജുൻ എന്ന ആ ചേട്ടനെ കാണാണ്ടായ ഒരു പുഴ ഉണ്ട്, ഗംഗാവലിപ്പുഴ. അതിപ്പോൾ ഇവർ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചായിരുന്നു. ഒന്നുകൂടെ ഡേ ലൈറ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം.
ആ ഗംഗാവലി പോയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞു, എന്നാലും ആ ലോറിയും സംഭവങ്ങളൊക്കെ എവിടെ പോയെന്ന് ഒരു പിടുത്തമല്ല. ഭയങ്കരമല്ല ആ ഒരു സംഭവം. നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ ഗോവയ്ക്ക് പോകാമെന്ന് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി പറയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊങ്കം വഴി മംഗലാപുരം വഴി മടുകാവിലേക്ക് കുറേ വണ്ടികളുണ്ട്. എറണാകുളത്തു നിന്നാണ് ഞാൻ ഈ പോകുന്ന പൂർണ്ണ എക്സ്പ്രസ് ഉണ്ട്. ഇത് വൈകിട്ട് 6:50 എറണാകുളത്തു നിന്ന് പുറപ്പെട്ടിട്ട് അടുത്ത ദിവസം രാവിലെ 9 മടുകാവ് എന്ന സ്ഥലത്തെത്തും. ഈ മടുകാവ് ജംഗ്ഷനാണ് ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ. അവിടെയാണ് കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോവയുടെ സൗത്ത് ഭാഗത്താണ് പോകണമെങ്കിൽ മടുകാവ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഗോവയുടെ നോർത്ത് ഭാഗത്താണ് പോകണമെങ്കിൽ വേറെ പല വണ്ടികളുണ്ട്, നേത്രാവതി, മംഗളം, അങ്ങനെ പല വണ്ടികളുണ്ട്. ആ വണ്ടിയിൽ കയറി നിങ്ങൾക്ക് തിവിം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങാം. തിവിം ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ പോകാൻ എളുപ്പമാണ്, നോർത്ത് ഗോവയിൽ പോകാൻ എളുപ്പമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഗോവയ്ക്ക് പോകുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കുറേ വണ്ടികളുണ്ട്, ഞാൻ പറയാൻ പോയി ഒത്തിരി ഉണ്ടാവും, അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം, ചില ദിവസം എല്ലാ വണ്ടികളൊന്നും കാണത്തൊന്നുമില്ല, ചില ദിവസം ഡെയിലി വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫുള്ള് ലിസ്റ്റ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു നോക്കിയാൽ മാത്രം മതി. നമ്മളിവിടെ അങ്കോലാൻ എന്ന സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ട് ഗരീബ്രത് ആണെന്ന് വരാൻ വേണ്ടിയിട്ട്, ഗരീബ്രത് എക്സ്പ്രസ് ഉണ്ടല്ലോ ലോക്മാന്യ തിലക് കൊച്ചുവേളി, അത് വരാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കുക. പുതിയതായിട്ട് ലിസ്റ്റ് ആയ നമ്മുടെ ഗരീബ്രത് എക്സ്പ്രസ് അതാണ് ഈ വരുന്നത് കേട്ടോ. എടാ ഈ വണ്ടി നേരത്തെ പച്ച നിറമായിരുന്നടാ. ആ പഴയ കോച്ചായിരുന്നു, പച്ച നിറമായിരുന്നു. ഹംസഫറല്ലേ, വേറെ പച്ച, തനി പച്ച. ഇപ്പം ഇത് പുതിയതായത്. ഇവരാണെങ്കിൽ കണ്ട ട്രെയിൻ എല്ലാം പിടിച്ചങ്ങ് മുക്കുക. വലിയ ടണൽ ഇറങ്ങി വരുന്നത് നമ്മുടെ കാർവാർ സ്റ്റേഷനിലാണ്. കാർവാർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി മടുകാവ്. വീതിയുള്ളൊരു നദിയാട്ടോ ഈ കാളി നദി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു തുരുത്ത് പോലെ ഉണ്ടോ, കാറായിട്ടുള്ളൊരു വീതിയുള്ളൊരു വലിയ നദിയാണ്. എനിക്ക് നമ്മളതിനെ കണകോണ എത്തിയിരിക്കുകയാണ്. എടാ ഇതാണ് കണകോണ കേട്ടോ, കണകോണ. ഇത് ശരി കൺകോണം അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഈ സ്ഥലത്തിന് അവർ ഇംഗ്ലീഷിൽ ഇരിക്കുന്ന കണകോണാണ് കേട്ടോ. നമ്മളങ്ങനെ അരമണിക്കൂർ ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ മടുകാവ് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി നേരത്തെ ഓടിപ്പിടിച്ചിട്ടൊന്നുമല്ല, അത് എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ വന്നത് കേട്ടോ. ഇപ്പം മടുകാവ് എത്തിക്കൊണ്ടിരിക്കുകയാണ് 9 മണിയായപ്പോൾ തന്നെ. നമ്മൾ മടുകാവ് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മടുകാവ് ഉണ്ടോ, അങ്ങനെ നമ്മൾ ഗോവയിൽ കാലുകുത്തിരിക്കുകയാണ്. ആദ്യത്തിന് ഫസ്റ്റ് ടൈമാണ് ഗോവ വരുന്നത്. അതെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മളെ വണ്ടി നേരത്തെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എടാ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുന്നോ? ഇവിടെ കടയുണ്ട്, ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോകാം, അത് നല്ലത്. എന്നിട്ട് നമുക്ക് ഒരു റെൻ്റേ ബൈക്ക് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ കൊണ്ടുവരുമെന്നോ അറിയത്തില്ല. അല്ലെങ്കിൽ അവിടെ പോയി ഞങ്ങൾ താമസിക്കുന്ന ഒരു എയർബിഎൻബി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇവിടെ ബെൻജോയ് റെയിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ. ഞാൻ ഒരാൾക്കാർ ഫുഡ് കഴിച്ചായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പാവഭാജി പറഞ്ഞു, ഇവൻ ദോശ പറഞ്ഞു. നീ അല്ലാണ്ട് ഇവിടെ ദോശ പറയുക.
എടാ ഇവിടെ വന്നിട്ട് ദോശയൊന്നും പറയരുത്. ആ ഇവിടത്തെ സാധനം പറയാമോ ഇവിടെ വന്നിട്ട്? മനസ്സിലായേ? ഇനി ദോശ പറയരുത്. നിർത്തി. നമ്മളിവിടെ ഒരു ഓട്ടോ എടുത്തിട്ട് കയറുവാണ് കേട്ടോ. ചെറിയൊരു ഓട്ടോ എടുത്തേക്ക്. എൻ്റെ ദൈവമേ, ഇതിനകത്ത് എങ്ങനെ കയറും? കുഞ്ഞോട്ടോ നോക്ക്, എന്റെയാണ് വലിയ ബാഗ് വേണം. ആയിട്ടാ കേറിക്കോ. 8 കിലോമീറ്റർ ആകാൻ പുള്ളിക്ക് 300 രൂപ വേണമെന്ന്. 350 പറഞ്ഞ 300 രൂപയ്ക്ക്. ആ എല്ലാം 300ന്റെ കളികളാണ് ഇവിടെ. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് ഒരു ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. നമ്മളവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. ബെനോളി എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് എടുക്കും. ഇങ്ങനെ ചെറിയ ചെറിയ റോഡാണ് കേട്ടോ. ഈ ഗോവയിലെ റോഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ റോഡാണ്, പക്ഷെ നല്ല റോഡാണ് കേട്ടോ. അപ്പോൾ ബെനോളി എന്ന സ്ഥലത്ത് ഇവിടെ മൈസൺ ആണോ എന്താ വായിക്കുന്ന തരത്തില്ല, മൈസൺ കോസ്റ്റൽ പാരഡൈസ്. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ Airbnb ഉള്ളത് കേട്ടോ. കാണിച്ചു തരാം എന്താണെന്ന്. ഞങ്ങൾ കയറി വന്നു. അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയെടുത്ത് Airbnb എന്ന് പറഞ്ഞു. ഇവിടെ കുറേ എനിക്കൊന്ന് റെൻറ്റിന് കൊടുക്കുന്ന കുറേ സംഭവം ഉണ്ടെന്ന് തോന്നി കേട്ടോ. അപ്പോൾ പേരും അഡ്രസ്സ് എഴുതി വെച്ചു. ചാവി തന്നുകൊണ്ട് ഇതാണ് ചാവി. C ബ്ലോക്കാണ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു കോംപ്ലക്സ് പോലാണ്. C ബ്ലോക്കിൽ ഒരു മുറിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ. ഈ പൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടാ. പൂൾ ക്ലോസ് എന്നൊക്കെ വേണ്ടി ചെയ്യുന്നത് മെയിൻ്റനൻസ് ആണ് തോന്നുന്നുണ്ടാ. പൂള് കണ്ട പൂള് അടിപൊളിയല്ലേ? നല്ല നൈസ് പൂള്. നമുക്ക് കിടു. ഇവൻ പൂളി ചാടത്തില്ല അല്ലേ? പ്രശ്നം ഡാ നീ വന്നേ. നീ പൂളി ചാടത്തില്ല? നീ പൂളി ചാടൂലേ? ഇതുപോലെ വെള്ളം വീടില്ലാണ്. ഇവരെയും കൊണ്ടോ ഗോവ വന്നേക്കുന്നത്. എന്നെ വേണം പറയാൻ. കൊള്ളാം. അത് നിന്നെ ഞാൻ ബിക്കിനി ഇട്ട് ഇറക്കുന്നു. കാണിച്ചോളാം. ഞാൻ ബിക്കിനി ഇടാൻ നിന്നെ ബീച്ചിൽ ഇറക്കുന്നു. നോക്കിയോ, ഇത് കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. C ബ്ലോക്ക് ഇത് എവിടെ? ഇത് കൊള്ളാം കേട്ടോ സംഭവം. അടിപൊളി. എന്താ ആർക്കറിയാം. നല്ല കാമാൻകുവറ്റ് സ്ഥലം കേട്ടോ. എൻ്റെ സെലക്ഷൻ എന്തായാലും അടിപൊളിയാന്ന് തോന്നുന്നു. അങ്ങനെ റൂമൂടെ കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. റൂം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കണ്ടോ. CL3 തുറക്ക് ചാവിയുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. നല്ല അടിപൊളി റൂം. നല്ല മോഡേൺ സ്റ്റൈലുള്ളൊരു കട്ടില്. പിന്നെ അവർ ടവലൊക്കെ വെച്ചിട്ടുണ്ട്. 2 സെറ്റ് ടവലുണ്ട്. പിന്നെ ഇവിടെ ഒരു കിച്ചൺ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യണം നോക്കാം കേട്ടോ. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഓവനുണ്ട്. പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട്. പിന്നെ കെറ്റിലുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകാൻ സിങ്കൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള സ്പേസ്. ഫ്രിഡ്ജ് കണ്ടോ. ഫ്രിഡ്ജ് പിന്നെ അലമാരി. കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു വലിയൊരു ബാൽക്കണി. ഇവിടെ നിന്ന് എന്ത് കാണാം? പുറകിൽ കണ്ട കേട്ടോ. പന്നിയോ? ദൈവമേ. ഇനി ഇതിൻ്റെ വാഷ്റൂമും കാണിച്ചു തരാം. ഇവിടെ ഒരു TV ഉണ്ട് കേട്ടോ. TV ഉണ്ട്. വാഷ്റൂം. എടാ ഇത് അടിപൊളിയാടാ. ഇത് കണ്ടാ വാഷിംഗ് മെഷീൻ ഉണ്ട്. ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇട്ടേ. ഇത് ലൈറ്റ് എവിടാ? ഇത് വാഷിംഗ് മെഷീന്. ഇത് ബാത്റൂം, ഷവർ ഏരിയ കണ്ടാ. പൊളി. ഹീറ്ററുണ്ട്. നിനക്ക് ഹീറ്ററല്ലേ വേണ്ടേ? അടിപൊളി റൂം. സെറ്റ് റൂം. അപ്പോൾ ഇത് ബനോളി എന്ന സ്ഥലത്താണ് ഈ റൂം ഉള്ളത്. ഇതിൻ്റെ ഓണർ ഒരു മലയാളി ചേട്ടനാണ്. ബിജോ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ പുള്ളി ഞാൻ കൊച്ചിയിൽ നിന്ന് കണ്ടപ്പോൾ പുള്ളി എന്നെ വിളിച്ച് മിണ്ടിയായിരുന്നു. പുള്ളി സെറ്റിലുള്ളത് മുംബൈയിലാണ്. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. നല്ലൊരു അപ്പാർട്ട്മെൻറ്റുമാണ്. കിടിലം. തന്നെ സെൽഫ് ഡ്രൈവ് കാർസ് ഫോർ റെൻ്റ് എന്നൊരു കടയുണ്ട്. ഇവിടെയാണ് ആ Airbnb ഓണർ ചേട്ടൻ പറഞ്ഞു ഇവിടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആയാലും വണ്ടി നമുക്ക് എടുക്കാം. ചേട്ടന് മലയാളം അറിയാവോ? മലയാളം അറിയാന്നൊക്കെ ഉണ്ടല്ലേ? വൺ മോർ ഹെൽമെറ്റ്. ഒന്ന് മതിയാ? വേണ്ടേ? വേണ്ട ആണോ? ഓ ഇവിടെ പണിയാവോ? പുള്ളി പറഞ്ഞ വേണമെന്നാ? ഉണ്ട്. ഓക്കെ ഉണ്ട്. പുള്ളി കുളിക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി ഞങ്ങൾ അടിച്ചോളാം. ഓക്കെ. അപ്പം നമ്മൾ എടുത്ത വണ്ടി ഇതാണ്. ആക്ടിവയുടെ 5G ഒരു തകരപ്പാട്ട പോലത്തെ വണ്ടിയാണ്. പുള്ളി പറഞ്ഞ അടിപൊളി അതൊക്കെ പറഞ്ഞേ. ഫുള്ള് വീഡിയോ എടുത്തേക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലേ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. അല്ലെ പിന്നെ പുള്ളി ലാസ്റ്റ് കളിപ്പിച്ചാലോ അത് ഓർത്തിട്ടാണ്. ആക്ടിവയുടെ 5G ആണോ എടുത്തത്. പക്ഷേ പഴയ കുറേ വർഷം ഉണ്ടെന്ന് തോന്നി പഴക്കം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് 500 രൂപയാണ് ഒരു ദിവസം ഈ ബൈക്കിന്. അപ്പം മൊത്തം 7 ദിവസം 3500 രൂപയായി ഈ ഒരു റെൻ്റ് ബൈക്ക് എടുത്ത്. അപ്പോൾ നമ്മുടെ വോട്ടർ ID ഒരു ID കാർഡ് അവിടെ കൊടുത്താൽ മതി. ഒരു വോട്ടർ ID കാർഡ് എൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ദിവസം ഒന്ന് കളക്ട് ചെയ്താൽ മതി. ഇവർ പറഞ്ഞത് പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് വേണ്ടെന്നാണ് പറയുന്നത് ഗോവയിൽ. ഈ ഹെൽമെറ്റിൻ്റെ അകത്താണ് ഫുള്ള് നാറ്റമാണ്. എടാ വല്ല പേപ്പറോ ഒന്നും വല്ല തിരികെ ഇടണം. ഞാൻ നാറിയിട്ട് വയ്ക്കുക. ഇത്
ഇതിനകത്ത് 1 ലിറ്റർ പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ അടിക്കാം. ഇവിടെ എത്ര 96 രൂപ അല്ലേ? നമ്മുടെ അവിടെ എത്ര 102. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 96 രൂപ പെട്രോളിന്. 420 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ലിറ്റർ കയറി? 4 ലിറ്ററോ എത്രയായിരുന്നു? അത് പോയെന്ന് തോന്നുന്നു. 4 ലിറ്ററാണ്. 4 ലിറ്റർ എങ്ങനെ കയറി നോക്കാം എത്ര വരെ പോകുന്നു. നോക്കട്ടെ. റണ്ണിങ് ആണോ? അനങ്ങുന്നുണ്ട്. റണ്ണിങ്ങാ. അപ്പോൾ കിലോമീറ്റർ ആയിരുന്നു നോക്കുന്നത്. ഇത് റണ്ണിങ്ങാ. ഫ്യൂൽ റണ്ണിങ്. അത് മതി. ഫ്യൂൽ അറിയണ്ടേ? നമുക്കിനി രാത്രിയിലത്തെ കുക്ക് ചെയ്യാനുള്ള സാധനം കൂടെ മേടിക്കണം. ഇനി അങ്ങനെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു. കുറച്ച് നൂഡിൽസ് വാങ്ങാമെന്ന് കരുതിയിട്ട് വന്ന്. അവിടെ നൂഡിൽസ് ഇവിടെ ഉണ്ടോ? വാടാ, നൂഡിൽസ് വാങ്ങാം. അതാകുമ്പോൾ വേഗം ഉണ്ടാക്കി കഴിക്കാമല്ലോ രാത്രിയിലത്തേക്കൊക്കെ. ഞങ്ങൾ 2 ജ്യൂസ് വാങ്ങി. പിന്നെ നൂഡിൽസ്, ബിസ്ക്കറ്റ്, കപ്പലണ്ടി, ഗ്രേപ്പ് ജ്യൂസ്, ഇങ്ങനെ സംഭവമെല്ലാം വാങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5 ലിറ്ററിൻ്റെ ഒരു ബിസ്ലറിയുടെ ക്യാനും പിന്നെ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അയ്യോ, നമുക്ക് 2 നേരത്തെ ഭക്ഷണം ലാഭിക്കാം ഇതൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഇത് മാഗിയുടെ ഫ്രീ കിട്ടി. ഇതെന്ത് വേടാ ഇത്? അപ്പോൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ വന്ന് വണ്ടി ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. CP എന്ന് പറഞ്ഞാൽ അവിടെ വേണം വണ്ടി ഇടാൻ വേണ്ടിയിട്ട്. വേറെ കൊണ്ടിട്ടില്ല, നമ്മുടെ ഫ്ലാറ്റിലൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഇവിടെ പോവാണ് ബീച്ച്. ഏത് ബീച്ചാണ്? കോൾവ ബീച്ചിൽ പോവാണ്. ഇവിടെ ബനോളിം ബീച്ച് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കുന്തവും ഇല്ല. ഞങ്ങൾ മാപ്പിലാണ് നോക്കിയത്. അപ്പോൾ ഇനി കോൾവ ബീച്ചിൽ പോവാം. കോൾവ ബീച്ച് ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉണ്ട്. ഈ ചെറിയ വഴി കൂടെ പോയാൽ കോൾവ ബീച്ച് എത്തും. നമ്മളങ്ങനെ കോൾവ ബീച്ചിലെത്തി കേട്ടോ. ഇതാണ് കോൾവ ബീച്ച്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ ഇഷ്ടംപോലെ ബൈക്കും ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ റെൻ്റ് ബൈക്കും, പിന്നെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, ബസ്, കാറ് പാർക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഇവിടെ പണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഇവിടെ ഒരിക്കൽ വന്നിരുന്നു. പണ്ട് കുറേ വർഷം മുമ്പാണ്. ഇവിടെയൊക്കെ ആരും ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫ് സീസണിലാണ്. ഇവിടെ സീസണല്ലേ ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സമയമല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നത്. ആ ഹോൺ അടിക്കുന്ന ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ. പുള്ളി അപ്പം മടികാവെന്ന് കോൾവ ബീച്ചിലേക്ക് വരുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് കിടക്കുന്നത്. അപ്പം ആളെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് വെള്ളം ഇട്ട ആൾക്കാർ. ഇത് എന്തുവാടാ വെള്ളം ഇട്ട ആൾക്കാർ? നീയും വെള്ളയാ? കൊള്ളാം. ഇതെന്തോ ആയിരിക്കും. അപ്പോൾ യൂണിഫോം ആയിരിക്കും. മിക്കവാറും എവിടെന്നേലും വന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നമുക്ക് ഫുള്ള് ഇപ്പോൾ ഇവിടെ ഫോറിനേഴ്സ്. പണ്ടൊക്കെ ഗോവ എന്ന് പറഞ്ഞാലേ ഫോറിനേഴ്സ് ആയിരുന്നു ഫുള്ള്. ഇപ്പോൾ ഫോറിനേഴ്സും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ സാധാ നമ്മളത്തെ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ മിക്കവാറും നോർത്ത് ഗോവയിലൊക്കെ പോകേണ്ടി വരും. ഇത് പിള്ളേർക്ക് കളിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കണ്ടോ? ഇതാ കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒരുമാതിരി അബാൻഡൻഡ് സാധനം കിടക്കുന്ന പോലെ. ഒരു മെയിൻറ്റെയിൻഡോ അങ്ങനൊന്നും അല്ല. കണ്ടോ? പൊടി പിടിച്ച് പാലും പിടിച്ച്. എന്തല്ലേ ടൂറിസ്റ്റ് സ്ഥലമാണ്. നോക്ക് കിടക്കുന്ന കിടപ്പ് നോക്ക്. ആ ഉപ്പ് കാറ്റടിച്ചിട്ട് കണ്ണാടി മൊത്തം എന്തോ പോലെ ഇരിക്കുന്നു. ഇത് കണ്ടോ? എൻ്റെ കണ്ണാടി ഇല്ല രൂപം കണ്ടോ കേസ്? എങ്ങനെയുണ്ട്? പേടിച്ചു പോയോ? സൂപ്പറാണ്. ഇവിടുത്തെ ബസ്സൊക്കെ നൈസായിട്ട്. ഇത് കണ്ടോ? ശ്രീലങ്കയിൽ കാണുന്ന പോലത്തെ ബസ് സെറ്റ് സാധനം. കോൽവ ബീച്ച് ടു മർഗാവ് എന്നൊക്കെ പറഞ്ഞ് നല്ല വെറൈറ്റി ബസ് കണ്ടോ. കോൾവ ബീച്ചിന് മുന്നിൽ കൂടെ വരാതെ നമുക്ക് ഇതേപോലെ ഇവിടെ കുറേ ഷോപ്പിംഗ് കടകളൊക്കെ കാണാം. ഇവിടെ ടാറ്റു അടിക്കുന്ന കുറേ കടകളുണ്ട്. പിന്നെ ഇതേപോലെ ഈ ഡ്രസ്സുകൾ, പിന്നെ ഇതേപോലെ മറ്റേ ഡ്രീം ക്യാച്ചർ സംഭവങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ കാഷ്യൂ നട്ട്സ് ഹോൾസെയിൽ നട്ടൊക്കെ പറഞ്ഞ നട്ട്സൊക്കെ വിൽക്കുന്ന കട. പിന്നെ ഓരോ സിറപ്പുകൾ. ഈ ഗോവയുടെ ഒരു തനതായ ഒരു സംഭവമാണ് ഈ ഒരു കോക്കം സിറപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എവിടെ പോയാലും ഈ കോക്കം സിറപ്പ് കിട്ടും. അപ്പോൾ അത് ഒരു അടിപൊളി ഐറ്റം. ഞാൻ കാണിച്ചു തരാം. ഇനി ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. കോക്കം സിറപ്പ്, ബെബിൻക, അതൊക്കെ ഈ ഗോവയുടെ സ്പെഷ്യൽ സംഭവങ്ങളാണ്. ഗോവ എന്ന് പറയുന്നത് ബീച്ച് മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ പോകാൻ വന്നത് കാട്ടിന് നടുക്കിലുള്ളൊരു അമ്പലമാണ്. ഇത് നമ്മൾ കാണേണ്ട ഒരു ക്ഷേത്രമാണ്. പഴയ ആർക്കിയോളജിക്കൽ ഒരു സൈറ്റാണ്. കർണാടക ബോർഡറായിട്ട് അടുത്ത് കിടക്കുന്ന ദൂച്ചാന്നൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു താമ്പടിസുള്ള മഹാദേവ് ടെമ്പിൾ എന്നൊരു ടെമ്പിളാണ്. നല്ല അടിപൊളി അമ്പലമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് രാവിലെ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടെ നിന്ന് സ്കൂട്ടറിന് പോകുമ്പോൾ. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങും. അപ്പോൾ അടുത്ത വീഡിയോ അതാണ്.
ഈ വീഡിയോ എൻ്റെ ചെയ്യുന്നില്ല, രാത്രി വീട്ടിൽ പോയിട്ട് മാഗി ഉണ്ടാക്കണം. കുക്കിംഗ് കൂടെ കാണിച്ചിട്ട് എൻ്റെ ചെയ്യുന്നുള്ളൂ. അതെ, അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഇവിടെ മാഗി മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കിച്ചണൊക്കെ ഉണ്ട്. വെറുതെ പുറത്തുനിന്ന് മേടിച്ച് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് സേവ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഓണാക്കിയിട്ടുണ്ട്. മാഗി എടുക്കും ബ്രോ. നിനക്ക് മാഗി ഉണ്ടാക്കാൻ അറിയോ? ചുമ്മാ വെള്ളം തിളപ്പിക്കുക, അതിനകത്ത് ഇടുക, അത്രേ ഉള്ളൂ. ആ പൊട്ടിച്ച ഞാൻ ഉണ്ടാക്കിത്തരാം ബ്രോ. വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ചെറിയ പാത്രം കിട്ടി ഇവിടെ. ആദ്യം മസാല ഇട്ടു. ഇനി മസാല ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നൂഡിൽസ് നുന്നു സ്വാദിഷ്ടമായ മാഗി നൂഡിൽസ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ആദ്യം കഴിച്ചോളൂ. എങ്ങനെയുണ്ടെന്ന് പറയൂ. ഞാൻ ഉണ്ടാക്കിയത് കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ ബ്രോ. ടേസ്റ്റ് ചെയ്യും ബ്രോ. എങ്ങനെയുണ്ട്? ഉണ്ടാ? ഓ താങ്ക് യു. അപ്പം എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇവനുണ്ടാക്കി തരത്തില്ല. ഇവൻ എന്താ പാടാ ഇത്? മാഗി ഒക്കെ ഉണ്ടാക്കി തരണം. ഇപ്പോൾ ഗോവ ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് താമ്പടി സുർലാർ എന്ന വനത്തിൽ നടക്കുള്ളൊരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. നമ്മളൊരു റൈഡ് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. തീർത്ഥാടനമല്ല കേട്ടോ, നല്ലൊരു കാണേണ്ട ഒരു അമ്പലമാണ്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണത്. അപ്പോൾ അത് അധികം ആർക്കും അറിയാത്തൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത് അടുത്ത ദിവസം രാവിലെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാം, ആദ്യത്തിൻ്റെ ചാനലും വീഡിയോ വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്. അപ്പോഴേക്കും ബൈ.